നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 2 ഇന്ത്യൻ നഗരങ്ങളിലേക്ക് കൂടി സർവീസ് വ്യാപിപ്പിക്കാൻ ദുബായിയുടെ വ്യോമയാന കമ്പനിയായ എമിറേറ്റ്സ് ഒരുങ്ങുകയാണ്. ഈ വാർത്ത പ്രവാസികൾക്ക് വലിയ ആശ്വാസം പകരുന്നതായിരുന്നു. എന്നാൽ അതിനിടയിൽ പ്രവാസികളുടെ ബജറ്റ് എയർലൈനായ സലാം എയർ ഇന്ത്യയിലേക്കുള്ള സർവീസ് നിർത്തുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഈ മാസം അവസാനം വരെയാണ് വിമാനം നിലവിൽ സർവീസ് നടത്തുക. അതായത് ഒക്ടോബർ 1 മുതൽ ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങൾ ഉണ്ടാകില്ലെന്ന് ട്രാവൽ ഏജൻസികൾക്ക് അയച്ച സർക്കുലറിൽ കമ്പനി അറിയിച്ചു. മലയാളികളടക്കമുള്ള സാധാരണക്കാരുടെ ആശ്രയമാണ് ഇതോടെ ഇല്ലാതായത്. കേരളത്തിലെ 2 വിമാനത്താവളങ്ങളിലേക്ക് ഉൾപ്പെടെ സർവീസ് നടത്തിയിരുന്ന ഒമാന്റെ ബജറ്റ് വിമാനമാണ് സലാം എയർ. ഇന്ത്യയിലേക്ക് വിമാനങ്ങൾ അനുവദിക്കുന്നതിനുള്ള പരിധി മൂലമാണ് സർവീസുകൾ നിർത്തുന്നത് എന്നാണ് ട്രാവൽ ഏജൻസികൾക്ക് അയച്ച സർക്കുലറിൽ കമ്പനി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് വെബ്സൈറ്റിൽ നിന്ന് ഒക്ടോബർ 1 മുതൽ ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യവും നീക്കിയിട്ടുണ്ട്. റിസർവേഷൻ ചെയ്ത എല്ലാ യാത്രക്കാർക്കും പൂർണ്ണമായും റീഫണ്ട് നൽകും. റീഫണ്ടിനെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. അതേസമയം എത്ര കാലത്തേക്കാണ് സർവീസ് നിർത്തുന്നത് എന്നതിനെക്കുറിച്ച് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണവും ഉണ്ടായിട്ടില്ല. കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്ന സലാം എയറിന്റെ ഈ പിന്മാറ്റം സാധാരണക്കാരായ മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് ഒരു തിരിച്ചടിയാണ്. നിലവിൽ കോഴിക്കോട്, തിരുവനന്തപുരം, ജയ്പൂർ, ലക്നൗ എന്നീ നഗരങ്ങളിലേക്കാണ് സലാം എയർ ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുന്നത്. ഇതിൽ കോഴിക്കോട്ടേക്ക് സലാലയിൽ നിന്നാണ് വിമാനം. അടുത്ത മാസം 1 മുതൽ മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് നേരിട്ട് വിമാനം ആരംഭിക്കാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി ഇന്ത്യൻ സെക്ടറിൽ നിന്ന് സലാം എയർ പൂർണ്ണമായും പിൻവാങ്ങുന്ന വാർത്ത പുറത്തുവരുന്നത്. അതേസമയം 2 ഇന്ത്യൻ നഗരങ്ങളിലേക്ക് കൂടി സർവീസ് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എമിറേറ്റ്സ് എയർലൈൻസ്. ദുബായിൽ നിന്ന് ശ്രീലങ്ക വഴിയുള്ള സർവീസിനായി ശ്രീലങ്കൻ എയർലൈൻസും തമ്മിൽ ധാരണയായിട്ടുണ്ട്. ഈ പങ്കാളിത്തത്തിലൂടെ കൊളംബോയും ദുബായ് വഴി 2 എയർലൈനുകളുടെയും നെറ്റ്വർക്കിലെ പുതിയ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കാനാണ് ധാരണയിലെത്തിയത്. ഒറ്റ ടിക്കറ്റിലൂടെയാണ് ഇത് സാധ്യമാകുക. ശ്രീലങ്കയിലെയും ഇന്ത്യയിലെയും 15 നഗരങ്ങളിലേക്ക് ദുബായിൽ നിന്ന് സർവീസ് വ്യാപിപ്പിക്കും. കൊച്ചി, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് എന്നീ ഇന്ത്യയിലെ നഗരങ്ങളിലേക്ക് ശ്രീലങ്കൻ എയർലൈൻസ് സർവീസ് നടത്തുന്നുണ്ട്. ഇതിന് പുറമെയാണ് കൂടുതൽ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് സർവീസ് ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാലിദ്വീപിലെ ഗാൻ ദ്വീപിനൊപ്പം മധുര, തിരുച്ചിറപ്പള്ളി തുടങ്ങിയ പുതിയ ഇന്ത്യൻ ലക്ഷ്യസ്ഥാനങ്ങൾ ഉൾപ്പെടെ കൊളംബോ വഴി ശ്രീലങ്കൻ എയർലൈൻസ് നടത്തുന്ന 15 പ്രാദേശിക ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എമിറേറ്റ്സ് യാത്രക്കാർക്ക് പ്രവേശനം ലഭിക്കുന്നതാണ് ഇന്റർലൈൻ കരാർ. ഇതിന് പകരമായി ശ്രീലങ്കൻ എയർലൈൻസ് യാത്രക്കാർക്ക് എമിറേറ്റ്സിന്റെ ആഗോള നെറ്റ്വർക്കിലേക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യുന്നു. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, റഷ്യ, US എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ദുബായ്ക്ക് പുറമെ എമിറേറ്റ്സ് സർവീസ് നടത്തുന്ന 15 നഗരങ്ങളിലേക്ക് യാത്രക്കാരെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദുബായിൽ നിന്ന് പുറപ്പെടുന്ന എമിറേറ്റ്സ് എയർലൈനിൽ ടിക്കറ്റ് എടുത്ത യാത്രക്കാർ കൊളംബോയിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് അതേ ടിക്കറ്റിൽ തന്നെ ശ്രീലങ്കൻ എയർലൈൻസിൽ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് പോകാനാകുന്ന രീതിയിലാണ് യാത്ര ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കുറഞ്ഞ ടിക്കറ്റ് നിരക്കും കൂടുതൽ ബാഗേജ് സൗകര്യവും ഇവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. emirates.com, srilankan.com എന്നീ വെബ്സൈറ്റുകൾ വഴിയും ഏജൻസികൾ വഴിയും യാത്രക്കാർക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.